അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. ഈ ഒരു വിഷയം നിങ്ങൾ ഫുള്ളായിട്ട് കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും. താമരശ്ശേരി ചുങ്കം സ്വദേശിയായ ഷഹബാസ് മരണശേഷം ഖബറിൽ നിന്നും എഴുതുന്ന ഒരു എഴുത്താണ്. ഷഹബാസ് ഖബറിൽ നിന്നും ഒരു എഴുത്ത് എഴുതുന്നുണ്ടെങ്കിൽ ഇതുപോലെയായിരിക്കും. ഈ ഒരു എഴുത്ത് വായിച്ചപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. ശരിക്കും ഇത് ഫുള്ളായിട്ട് കേട്ടാൽ നിങ്ങൾക്കും സങ്കടം തോന്നും. ഷഹബാസ് ഖബറിൽ നിന്നും ഞങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെയായിരിക്കും പറയുക. ഹലോ ചങ്ങായിമാരെ, നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയാമായിരിക്കും അല്ലേ? എൻ്റെ പേര് മുഹമ്മദ് ഷഹബാസ് കെ. താമരശ്ശേരിയിലെ ചുങ്കമാണ് എൻ്റെ സ്വദേശം. MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. എനിക്ക് 15 വയസ്സായിരുന്നു. വീട്ടിൽ ഉപ്പയും ഉമ്മയും ചെറിയ 3 അനിയന്മാരും ഉണ്ട്. എൻ്റെ ബാപ്പ പ്രവാസിയായിരുന്നു. എല്ലാവരുടെയും പോലെ തന്നെ വീടെന്ന സ്വപ്നം കൊണ്ട് എൻ്റെ ബാപ്പയും ഒരു ചെറിയ വീടിൻ്റെ ചിത്രം മനസ്സിൽ വരച്ചിട്ടു. വീടിൻ്റെ പണി തുടങ്ങി ഏകദേശം പകുതി പണി ആയപ്പോഴാണ് കൊറോണ വന്നത്. പാവം എൻ്റെ ഉപ്പ അത്യാവശ്യം കുറച്ച് കടങ്ങളൊക്കെ ആയിട്ടാണ് നാട്ടിൽ വന്നത്. പിന്നെ പറയണ്ടല്ലോ, ആകെ സാമ്പത്തിക പ്രതിസന്ധി. വീടാണെങ്കിൽ ജപ്തിക്കും. അങ്ങനെ എൻ്റെ ബാപ്പയുടെ ചങ്ങാതിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങി ലോൺ അടച്ചു. ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത്. വീട്ടിലങ്ങനെ സാമ്പത്തിക പ്രതിസന്ധികൾ അങ്ങനെ വന്നും പോയും ഇരുന്നുവെങ്കിലും എൻ്റെ ബാപ്പയും ഉമ്മയും എന്നിലായിരുന്നു മുഴുവൻ പ്രതീക്ഷയും. മൂത്ത മകനെന്ന സ്ഥാനത്ത് നിന്ന് ഞാനും അവർക്ക് നല്ല സമാധാനം നൽകിയിരുന്നു. ഓർക്ക് എന്നെയും എനിക്ക് ഓരെയും വളരെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ മക്കൾക്ക് ഒരു കുറവും ഉപ്പയും ഉമ്മയും വരുത്തിയിട്ടില്ല. എൻ്റെ മാമന്മാരെ വിളിച്ച് എനിക്ക് നല്ലോണം പഠിക്കണമെന്നും നല്ല ജോലി വാങ്ങണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അവരും നല്ല സപ്പോർട്ടായിരുന്നു. സത്യം പറയാലോ, എൻ്റെ പാവം ഉപ്പയുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു ലക്ഷ്യം എന്നിൽ ഉടലെടുത്തത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും അനിയന്മാരെയാണ്. ഓരാണ് എൻ്റെ എല്ലാം. ഓർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനൊരു ഫുട്ബോൾ പ്രാന്തനായിരുന്നു. പക്ഷേ 10ാം ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും പതിയെ പിന്മാറി. പഠിത്തത്തിൽ മാത്രമായി എൻ്റെ മുഴുവൻ ശ്രദ്ധയും. പഠിക്കണം, നല്ല ജോലി വാങ്ങണം, ഉപ്പക്കും ഉമ്മക്കും അനിയന്മാർക്കും താങ്ങും തണലും ആവണം. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞാൻ നന്നായി പഠിച്ചു, നല്ലോണം പരിശ്രമിച്ചു. അറിയാത്ത കാര്യങ്ങൾ എൻ്റെ ടീച്ചറോട് ചോദിച്ചു മനസ്സിലാക്കി. പ്രിമോഡൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെ എഴുതി എൻ്റെ SSLC പരീക്ഷ എഴുതാൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് എൻ്റെ അടുത്ത കൂട്ടുകാരെന്നോട് ഓനെ ചങ്ങായിമാരെ തല്ലി എന്ന് പറഞ്ഞത്. നമ്മുടെ ഉറ്റ സുഹൃത്തിനെ ആരേലും തല്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാമോ? അതേ ഫീലിംഗാണ് എനിക്കും ഉണ്ടായത്. ഞാൻ അവൻ്റെ കൂടെ ചോദിക്കാൻ പോയി. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഓരോരു സംഘം ചേർന്ന് എന്നെ കൊല്ലാനിരിക്കുകയാണെന്ന്. ഒരു പക്ഷേ അത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. ഓരെന്നെ കൊന്നാൽ എൻ്റെ കുടുംബത്തിന് പിന്നെ ആരാണ് ഉള്ളത്? ഞാൻ ചെന്നപ്പോൾ ഓരെന്നെ തല്ലി. എന്തുകൊണ്ടാണ് തച്ചതെന്നറിയോ? നമ്മുടെ കരാട്ടക്കാരൊക്കെ ഉപയോഗിക്കുന്ന നെഞ്ചകില്ലേ, അതുകൊണ്ട്. സിനിമയിലൊക്കെ അത് ഞാൻ കണ്ടിട്ടുള്ളൂ. കരുതുന്ന പോലെ ഒന്നുമല്ല കേട്ടോ, നല്ല വേദനയായിരുന്നു അതിന്. അതും ഓരെൻ്റെ തലക്കാണ് തല്ലിയത്. എൻ്റെ ജീവൻ അങ്ങ് ശിരസിൽ കയറി. എല്ലാവരും പറയില്ലേ കണ്ണീന്ന് പൊന്നീച്ച പാറി എന്നൊക്കെ, അത് ഞാൻ അന്ന് ശരിക്കും അനുഭവിച്ചു. ഞാൻ വേദനയോടെ പുളയുന്നത് കണ്ട് ഒരു ആനന്ദത്തോടെ നോക്കി നിന്നു. ഓരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന മട്ടിലായിരുന്നു ഓർക്ക്. സഹതാപത്തോടെ നിറഞ്ഞ വേദനയോടെ ഞാൻ അവരെ നോക്കി. അവരുടെ കണ്ണിൽ ദയയുടെ ഒരു അംശം പോലും ഇല്ല. ഓർക്കെന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ? ഞാൻ മാറിപ്പോയനെ. ഞാൻ കരുതിയില്ല അവരുടെ കയ്യിൽ നെഞ്ചകം, ഇരുമ്പുകട്ടയും കത്തിയും ഒക്കെ ഉണ്ടെന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഓരെൻ്റെ സഹപാഠികളല്ലേ. ഓൾക്കൊക്കെ ജീവിക്കാൻ പൂതിയുള്ളതുപോലെ എനിക്കും ഉണ്ടെന്ന് ഓർക്കറിയില്ലേ? എൻ്റെ കുടുംബത്തിൻ്റെ ഏക ആശ്രയം ഞാനാണെന്നും ഓർക്കറിയാം. എന്നിട്ട് ഓല് എന്നോട് അങ്ങനെയൊക്കെ ചെയ്തു.
സഹിക്കുന്നില്ലട്ടാ. അടിയൊക്കെ കഴിഞ്ഞ് ഉള്ള ബോധത്തിൽ ഞാൻ എൻ്റെ വീട്ടിലെത്തി. പാവ എൻ്റെ ഉമ്മക്കും ഉപ്പക്കും ആ കാഴ്ച സഹിക്കാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഓർക്കെന്നെ. എനിക്കപ്പോഴും അറിയില്ലായിരുന്നു എൻ്റെ ദുനിയാവിലെ അവസാന നിമിഷങ്ങളാണ് അതെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഉപ്പാനും ഉമ്മാനും അനിയന്മാരെയും കെട്ടിപ്പിടിച്ച് ഓർക്ക് ഒരു മുത്തം കൊടുത്തേനെ. എൻ്റെ തലയൊക്കെ നന്നായി പെരുക്കുന്നുണ്ടായിരുന്നു. തല വലുതാവുന്നത് പോലെ എനിക്ക് തോന്നിയത്. പാവം എൻ്റെ ഉമ്മ കുറേ കരയുന്നുണ്ട്. എൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റരുതേ എന്ന് നെഞ്ചത്തടിച്ച് പടച്ചവനോട് കേണപേക്ഷിക്കുന്നുണ്ട്. ഓളുടെ മനസ്സ് വല്ലാതെ നീറുന്നുണ്ടാകില്ലേ. ഈ ഉമ്മയുടെ സമനില തെറ്റിയുള്ള പ്രാർത്ഥന കേട്ട് ഒരു നിമിഷം പടച്ചവൻക്കും പൂതിയുണ്ടായിരിക്കും ഓർക്ക് എന്നെ തിരിച്ചു കൊടുക്കാൻ. പക്ഷെ എൻ്റെ ചങ്ങായിമാരെൻ്റെ തലക്കല്ലേ തല്ലിരിക്കണ്. തലയോട്ടിയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഞാൻ എങ്ങനെ ജീവിക്കാനാണ്? ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ തന്നെ എൻ്റെ ഉപ്പാക്ക് ചികിത്സിക്കാനൊക്കെ എവിടുന്നാ പണം? പാവം എൻ്റെ ഉപ്പ, അതും എവിടുന്നെങ്കിലുമൊക്കെ ഉണ്ടാക്കും. എൻ്റെ ഉപ്പാനും ഉമ്മാനും കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി പടച്ചവൻ എൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ ദുആക്ക് മുന്നിൽ കണ്ണടച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും അനിയന്മാരെയും കുടുംബങ്ങളെയും അയൽവാസികളെയും എൻ്റെ ചങ്ങായിമാരെയും ഒക്കെ എൻ്റെ ചുറ്റും ഇരുന്ന് കരയാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും അവസാന യാത്ര പോകാൻ അണിഞ്ഞൊരുങ്ങി കിടക്കാണ്. എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും കരയണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. ഓരോന്ന് സമാധാനിപ്പിക്കാൻ പോലും പറ്റണില്ല. എൻ്റെ ചങ്ങായിമാരൊക്കെ എന്നെ ഇത്ര അധികം സ്നേഹിച്ചിരുന്നല്ലേ. നോക്കിയേക്ക്, ഓലൊക്കെ എന്തൊരു കരച്ചിലാണ്. ക്യാമറയും മൈക്കുമായിട്ട് എത്ര അധികം ആൾക്കാരാണ് എൻ്റെ വീട്ടിൽ. ആരോടൊന്നും പറയാനും മിണ്ടാനും സമാധാനിപ്പിക്കാനും പറ്റാണ്ട് ഞാൻ അങ്ങനെ കിടക്കാണ്. റിപ്പോർട്ടർമാർ എൻ്റെ ചങ്ങായിമാരോടും ഉപ്പമാരോടും ബന്ധുക്കളോടും അയൽവാസികളോടും ഒക്കെ എന്നെക്കുറിച്ച് ചോദിച്ചറിയുന്നുണ്ട്. എന്നെക്കുറിച്ച് ഓരൊക്കെ എങ്ങനെ മോശം പറയാനാണ് അല്ലേ? കാരണം ഞാൻ അത്രയ്ക്കും നല്ല കുട്ടിയായിട്ടാണ് വളർന്നത്. എൻ്റെ ഉപ്പയും ഉമ്മയും എല്ലാവരും ബഹുമാനിക്കാനും സ്നേഹിക്കാനും അല്ലേ പഠിപ്പിച്ചത്. ചെറുപ്പം മുതലേ ഞാൻ അതല്ലേ ശീലിച്ചത്. ഞാൻ ആരെയും ഇന്നുവരെ ദ്രോഹിച്ചിട്ടില്ല. എല്ലാവർക്കും ഞാൻ സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പാവം പിടിച്ച എൻ്റെ ഉപ്പ ഓരോട് എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എൻ്റെ ഉപ്പാൻ്റെ ആകെ പ്രതീക്ഷ ഞാനാണ്. എന്താ ഇപ്പോൾ എൻ്റെ ചങ്ങായിമാർ പറയണേ? എവിടെ പോകുമ്പോഴും ഓനെയും വിളിക്കുന്നതാ. അന്ന് മാത്രം വിളിച്ചില്ല എന്ന്. ഓനെ വിളിച്ചിട്ട് പോയാൽ എന്താ അല്ലേ? ഒരു പ്ലാൻ ഇട്ടത് എന്നെ കൊല്ലാനല്ലേ. നിങ്ങളും കേട്ടില്ലേ ഓൻ്റെ വോയിസ്? ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്ന്. ആണുങ്ങളുണ്ടേൽ കൂടെ വരാനാ പറയണത്. ഓന് ഒറ്റ മൈൻഡാന്ന്. കണ്ടില്ലേ, ഓന് പറഞ്ഞതുപോലെ ചെയ്തു. എന്നെ തല്ലലും കൊല്ലലും ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിറയെ തല്ലിയവരുടെ മെസ്സേജ്. മാപ്പാക്കണം, അറിയാതെ ചെയ്തതാണ്, ഇങ്ങനെ ആവുന്നത് കരുതിയില്ല എന്നൊക്കെ. ഓൻക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ ഉണ്ടായിട്ട് വേണ്ടേ അല്ലേ? പക്ഷെ എനിക്ക് വേദന ഉണ്ടായത് അതല്ല കേട്ടോ. തല്ലുന്നതിൻ്റെ തലേന്ന് ഓരെന്നെ കൊല്ലാൻ പ്ലാൻ ഉണ്ടാക്കിയ മെസ്സേജ് കേട്ടപ്പോഴാണ് ശരിക്കും എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞത്. ഓര് പറഞ്ഞതൊക്കെ ശരിയാ. കൂട്ടത്തല്ലിലൊന്നും കേസ് അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന്. എത്ര ആൾക്കാരാ എനിക്ക് വേണ്ടി സംസാരിക്കാൻ, എനിക്ക് വേണ്ടി കരയാൻ എന്നെ ഇതുവരെ പരിചയമില്ലാത്തവർ പോലും അവരുടെ ദുആയിൽ ഉൾപ്പെടുത്തുന്നു. എനിക്ക് വേണ്ടി കരയുന്നു. ഞാൻ അറിയാത്ത എന്നെ അറിയാത്തവർ, എന്നെ കൊന്നവരെ ശപിക്കുന്നു. എത്ര ഉപ്പമാരും ഉമ്മമാരും ഇത്താത്തമാരും ഇക്കാക്കന്മാരും ഒക്കെയാണ് എനിക്ക് വേണ്ടി വാദിക്കുന്നത്. മരണം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഞാൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്നു. എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നു. എൻ്റെ വീട്ടുകാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ എനിക്കായി ഹാഷ്ടാഗും ജസ്റ്റിസിന് വേണ്ടിയുള്ള പോരാട്ടവും. എന്തിനാ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആരും ബുദ്ധിമുട്ടേണ്ട. ഇത് കേരളമാണ്. അവിടെ നിയമത്തിന് വിലയില്ലാത്തതല്ല, പേടിക്കുന്ന നിയമമില്ലാത്തതാണ്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേക്ക്. എന്നെ കൊന്നവർ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ? കൂട്ടത്തല്ലും കൂട്ടക്കൊലപാതകവും ഒക്കെ അങ്ങനെ നീണ്ടു പോകും. എൻ്റെ ഉപ്പാക്ക് സ്വാധീനമൊന്നുമില്ലേ? കേസ് നടത്താനുള്ള പണവുമില്ല. SSLC പരീക്ഷ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു.
ഇംഗ്ലീഷും കണക്കും എൻ്റെ ഇഷ്ട വിഷയം. ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം ഞാൻ നന്നായി പഠിക്കും. കഴിഞ്ഞ പരീക്ഷയിലൊക്കെ 80% മാർക്ക് വാങ്ങി. ഇത്തവണ ഫുൾ A+ കിട്ടാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഞാൻ നന്നായി പഠിച്ചു, നന്നായി പരിശ്രമിച്ചു, ഊണും ഉറക്കമില്ലാതെ പഠിച്ചു. പക്ഷേ പരീക്ഷ എഴുതാനുള്ള അവസരം ഇല്ലാതാകുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. പരീക്ഷയ്ക്ക് കോപ്പിയടിച്ചാൽ ഡീബാർ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. പരീക്ഷയ്ക്ക് നേരം വൈകിയെത്തിയാൽ പരീക്ഷ എഴുതിക്കില്ല എന്നും എനിക്കറിയാം. സമ്പൂർണ്ണമായി യൂണിഫോമും ID കാർഡും ഹാൾ ടിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ എനിക്കറിയായിരുന്നു. പക്ഷേ സ്വന്തം സഹപാഠിയെ യാതൊരു മനുഷ്യത്വവുമില്ലാതെ മൃഗീയമായി തലക്കടിച്ചു കൊന്നാൽ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ അറിയുന്നേ. അതും സമൂഹം മുഴുവൻ വിലക്കിയിട്ടും 50-ൽ പരം പോലീസുകാരുടെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് അവരെ പരീക്ഷ എഴുതിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. വല്ലാതെ വിഷമമായിപ്പോയി. മരിച്ചത് നന്നായി എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി. എൻ്റെ എത്ര വലിയ സ്വപ്നമാണ് ഇല്ലാതായതെന്നറിയോ? എൻ്റെ ഉമ്മ അലമാരിയിലെ എൻ്റെ ഹാൾ ടിക്കറ്റും യൂണിഫോമും ബുക്കും ബാഗും എല്ലാം കാണുമ്പോൾ നെഞ്ചുപൊട്ടി നിലവിളിക്കുന്നുണ്ടാകും. അങ്ങനെ ഷഹബാസിന് പറഞ്ഞാലും തീരാത്തത്ര ഞങ്ങളോട് പറയാനുണ്ട്. ഒരുപാട് വരികളുണ്ട്, വായിച്ചിട്ട് തീരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഷഹബാസിൻ്റെ ആ കുടുംബത്തിലെത്തിയതുപോലെ തോന്നി. എല്ലാവരും ആ മോന് വേണ്ടി ദുആ ചെയ്യണം. പടച്ചറബ്ബ് ആ പൊന്നുമോനിക്ക് സ്വർഗീയ പൂങ്കാവനം പടച്ചറബ്ബ് കൊടുക്കട്ടെ. മാഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചു കൊടുക്കട്ടെ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും പടച്ചറബ്ബ് കൊടുക്കട്ടെ. അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നല്ല സ്വാലിഹത്തായ സ്വാലിഹങ്ങളായ മക്കളാക്കി തരണേ റബ്ബേ ഞങ്ങളുടെ മക്കളെയൊക്കെ. ഇതുപോലുള്ള ബുദ്ധി ഞങ്ങളുടെ മക്കൾക്കൊന്നും തോന്നിപ്പിക്കില്ലേ റബ്ബേ. പടച്ചറബ്ബേ ആ പൊന്നുമോൻ ഷഹബാസിന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഈ ഒരു പുണ്യമാസത്തിൻ്റെ പ്രത്യേകത മുഴുവനും ആ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.